ഞാൻ എവിടെ മത്സരിച്ചാലും, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ മത്സരിച്ചാൽ ഒരു 90,000 വോട്ടെങ്കിലും മിനിമം കിട്ടും. അത് 100% ഉറപ്പാണ്. ഇതൊരു അഹങ്കാരമാണോ എന്ന് ചോദിച്ചാൽ അഹങ്കാരമായിരിക്കാം. കോൺഫിഡൻസ് ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് അമ്പലപ്പുഴയാണ്. ചുവന്നു തൊടുത്ത് നിൽക്കുന്ന ആലപ്പുഴയുടെ മണ്ണാണ്. അവിടെ വർഗവഞ്ചകന്മാർക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഈ പറയുന്ന പോലെ 90,000 സീറ്റ്, ഏകദേശം 1,00,000 സീറ്റ് വോട്ടുകൾക്ക് അടുപ്പിച്ച് തനിക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അവകാശവാദവുമായി ജി സുധാകരൻ എന്ന് പറയുന്ന മുൻ CPM നേതാവ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. വളരെ രസകരം എന്ന് തന്നെ തോന്നിക്കുന്ന ഒരു പരാമർശം. ഇനി അദ്ദേഹത്തിന് കൃത്യമായ കണക്കുകളുണ്ട് കേട്ടോ. കൃത്യമായി അദ്ദേഹം കണക്കുകൾ പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു 50,000 വോട്ട് തനിക്ക് കിട്ടും. അതായത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാവരുടെയും കൂടെ ചേർത്തിട്ട് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് 50,000 വോട്ട് ഉറപ്പാണത്രേ. പിന്നെ നിഷ്പക്ഷന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. ഈ നിഷ്പക്ഷന്മാരെല്ലാവരും ജി സുധാകരനെ ഭയങ്കരമായി സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് കരുതുകയാണ് അദ്ദേഹം. ജി സുധാകരനോട് എന്തുകൊണ്ട് സ്നേഹം കാണിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു അധികാര കൊതിയില്ലാത്ത, അധികാര പ്രമത്തതയില്ലാത്ത, എന്താ പറയുക, അധികാരത്തിന് വേണ്ടി കടിപിടി കൂടാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും എന്തിനേയും വളരെ കൃത്യമായി കാർക്കശ്യത്തോടു കൂടി കാണുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലുമാണ് ഒരുപക്ഷെ നിഷ്പക്ഷമതികൾ പലപ്പോഴും ജി സുധാകരന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ജി സുധാകരൻ്റെ അവസ്ഥ അതൊന്നുമല്ല. ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഒരു അധികാരത്തിന് വേണ്ടി മാത്രം പാർട്ടി വിട്ടുപോയി താൻ ഒരിക്കൽ പോലും ചേരാൻ പാടില്ലാത്ത ഒരു കൂട്ടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അധികാരക്കൊതിയനായ നേതാവ് എന്ന ഒരു ലേബൽ ഈ പറയുന്ന നമ്മുടെ ജി സുധാകരൻ്റെ നെറ്റിക്ക് ആ തൊപ്പിക്കൊപ്പം ഒട്ടിച്ച് ചേർക്കപ്പെട്ടു.